കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോൺ അബ്രഹാമിന് പകരം പുതിയതായിട്ട് വരുന്ന കളക്ടറെ കുപ്പിയിലാക്കാനായിട്ട് കളക്ടറെ ഞെട്ടിക്കുന്നൊരു സ്വീകരണം ഒരുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ് മേയറുടെ താഴെയുള്ള എല്ലാ ആൾക്കാരും. അങ്ങനെ സുസ്മിത എല്ലാവരോടോട്ട് പറയണേ, അതെ പുതിയതായിട്ട് വരുന്ന കളക്ടറാണ്, നമ്മുടെ സ്വീകരണത്തിൽ കളക്ടർ അങ്ങ് ഞെട്ടിപ്പോണം. അന്നേരം ജഗദേവും പറയണേ, അതെ ഈ ഒരൊറ്റ സ്വീകരണത്തോടെ കളക്ടർ സുസ്മിതയുടെ വാലാകണം. ഈ സമയം ചന്ദ്രബോസ് ഓടെയുണ്ട്. അങ്ങനെ എല്ലാവരും അക്ഷമരായിട്ട് കളക്ടർ വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ ഒരു സമയത്തായിരിക്കും കളക്ടറിൻ്റെ കാർ അവിടെ എത്തുന്നത്. അങ്ങനെ കാർ തുറന്ന് കാറിൽ നിന്നും ശാലിനി ഇറങ്ങി വരുവാണ്. അത് കാണുന്നതും സുസ്മിതയുടെയും ചന്ദ്രബോസിൻ്റെ മുഖമൊക്കെ മാറുവാണ്. അവർ രണ്ടാളും അന്തം വിട്ട് ശാലിനി ഇങ്ങനെ നോക്കുവാണ്. ഈ സമയം ജഗദീപിൻ്റെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ശാലിനി വന്ന് സുസ്മിതയുടെ മുമ്പിൽ വന്ന് നിൽക്കുക. ഈ സമയം സുസ്മിത കൈ പിടിച്ചിരിക്കുന്ന ബൊക്കയും മാലയൊക്കെ ശാലിനിയുടെ കഴുത്തിലിട്ട് കൊടുക്കുവാണ്. സുസ്മിതയാണെങ്കിലോ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം ചന്ദ്രബോസിൻ്റെ അരികിലേക്ക് ശാലിനി വന്നിട്ട് പറയണേ, ഒരു കളക്ടർ വന്ന് നിന്ന ആ കളക്ടറെ ബഹുമാനിക്കാനുള്ള മര്യാദ ACP സാറിന് ഇതുവരെ അറിയില്ലേ? അന്നേരം പെട്ടെന്ന് തന്നെ ചന്ദ്രബോസ് ശാലിനിക്ക് ഒരു സല്യൂട്ടൊക്കെ കൊടുക്കുവാണ്. ഈ സമയം സുസ്മിത ശാലിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സുസ്മിതക്ക് ശാലിനി കണക്കിന് കൊടുക്കുന്നുണ്ട്. അതെ, നീ മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ വെറും ഒരു ചായക്കടക്കാരി ശാരദാമ്മയുടെ മകൾ ശാലിനി അല്ല ഇത് ശാലിനി വിഷ്ണു IAS ആണ്. അതിൻ്റെ റെസ്പെക്റ്റും മര്യാദയും ഒരു മേയറിൽ നിന്നും കളക്ടർ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറഞ്ഞേ, സോറി മാഡം സോറി. അങ്ങനെ വന്നപാട് തന്നെ ശാലിനി സുസ്മിതക്കിട്ടുള്ള കൊട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ശാലിനി അകത്തേക്ക് പോകുവാണ്. അങ്ങനെ ഒഫീഷ്യലി കളക്ടറായിട്ട് ചാർജ് എടുത്ത് ആദ്യത്തെ ഫയൽ തന്നെ എടുക്കുവാണ്. അതെടുക്കുന്നത് സത്യഭാമയുടെ ഫയലാണ്. ഭാമയുടെ ഹോട്ടലിലും മറ്റും റെയ്ഡ് ചെയ്ത് അത് പൂട്ടിയതിനെക്കുറിച്ച് സ്റ്റഡി നടത്തണമെന്നും മുമ്പത്തെ കളക്ടർ ചെയ്ത ആ ഒരു കാര്യത്തിൽ ശാലിനിക്ക് എന്തോ ചില സംശയങ്ങളുണ്ടെന്നും അതുകൊണ്ട് ഫയൽ താൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന് നോക്കി ചന്ദ്രബോസിനെ അറിയിക്കുന്നൊക്കെയുണ്ട്. സുസ്മിതയും ചന്ദ്രബോസും കൂടി ഭാമയെ തകർക്കാനായിട്ട് വിരിച്ച വല ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി. പിന്നീട് അവിടെ നിന്ന് നേരെ ശാലിനി ചെല്ലുന്നത് കുടുംബശ്രീയിലേക്കാണ്. ഈ സമയം ശാലിനി നാട്ടിലേക്ക് വന്നതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ശാരദാമ്മയെ നാട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കുടുംബശ്രീയിലെത്തുന്ന ശാലിനി ആ ഒരു ചായക്കടയും തൻ്റെ വീഡിയോ ഒക്കെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്തായിരിക്കും അവിടെ നിന്ന് ശാരദാമ്മ ശാലിനിനെ വിളിച്ച് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ശാലിനി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്